ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠനസായയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് അക്കൗണ്ടിങ്, അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ യൂസേഴ്സ് പറഞ്ഞു, ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു, പിന്നെ 3 ബ്രാഞ്ചസും പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ ടേംസ്, അസറ്റ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ ടേംസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ടേംസൊക്കെ എന്താണ്, അസറ്റ് എന്താ, ലയബിലിറ്റി എന്താ, ഇങ്ങനെ അസറ്റിലിടുക, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. ഈ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ അസറ്റ് എന്താ, ലയബിലിറ്റി എന്താ, അങ്ങനത്തെ ഓരോ ടേമും എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പം ആ ടേംസുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഒന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ബേസിക് ടേംസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് കുറച്ച് ടേംസുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു. നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എന്താ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച്, നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. എക്സ്ചേഞ്ച് ചെയ്യുക, അതായത് മണിയോ ഈക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യുക, രണ്ട് പാർട്ടികൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് പറയുന്നത് ട്രാൻസാക്ഷൻസ്. ഇപ്പം ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി XYZ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഒരു സാധനങ്ങൾ കൊടുത്തു. അവർക്ക് അവരുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും സ്പെയർ പാർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അവിടെ നടക്കുന്ന ഇതാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗുഡ്സ് ഓർ സർവീസ് രണ്ടാമത്തത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഞാൻ പറഞ്ഞു ABC ലിമിറ്റഡ് ഇപ്പോൾ സ്പെയർ പാർട്സ് മെറ്റീരിയൽസൊക്കെ കൊടുത്തു. ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, ആ ഒരു ഗുഡ്സിൻ്റെ സർവീസുമാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. ഗുഡ്സിൻ്റെ സർവീസിൻ്റെ ട്രാൻസാക്ഷനാണ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പറഞ്ഞ ഗുഡ്സ് സർവീസാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ കാണിക്കുന്നത്. അത് സെയിൽ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഗുഡ്സ് ആണെങ്കിലും ഗുഡ്സ് ഉപയോഗിക്കുന്നത്. ഗുഡ്സ് കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു സർവീസും ഉണ്ടാവുമല്ലോ, ആണ് ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് വന്ന് നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞു. അതായത് റവന്യൂനേക്കാൾ കൂടുതൽ ഇൻകം, അത് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ നമുക്ക് ഇൻകം വരുന്നതിനെ പറയുന്നതാണ്. എക്സസ് ഓഫ് റവന്യൂ ഇൻകം ഓവർ എക്സ്പെൻസ് കുറവും ഇൻകം കൂടുതലും കിട്ടുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റായി നമ്മൾ പറയാം. അടുത്ത ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. അതായത് എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവും. എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ ഇൻകം കുറവായിരിക്കും, എക്സ്പെൻസ് കൂടുതലും. ഇനി നമ്മുടെ അസറ്റ്. എന്താ അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. മലയാളത്തിൽ പറയുമ്പോൾ ആസ്തി എന്ന് പറയാം. നമ്മൾ ഭാവിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നമ്മൾ വാങ്ങി വെക്കുന്ന കുറച്ച് സാധനങ്ങളാണ് അസറ്റ് എന്ന് പറയുന്നത്. അത് അസറ്റ് രണ്ട് തരത്തിലുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും, പിന്നെ ഒന്ന് കാണാൻ പറ്റാത്തത്. അതിൽ കാണാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്നതാണ് ടാഞ്ചിബിൾ അസറ്റ്. രണ്ടാമത് കാണാൻ പറ്റാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതായത് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്ന അസറ്റാണ് ടാഞ്ചിബിൾ അസറ്റ്. അതൊരു ക്യാപിറ്റൽ അസറ്റാണ്. ഇത് അസറ്റ്സ് നമ്മൾ ക്യാപിറ്റൽ അസറ്റാണ് കേട്ടോ. അപ്പം അത് നമ്മൾ തുടക്ക സമയത്ത് ഇപ്പോൾ ഒരു കമ്പനിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് വേണം. അത് കമ്പ്യൂട്ടർ വേണം, അതുപോലെ ഫർണിച്ചർ വേണം, ടേബിൾ, കസേര, അതുപോലത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റുകളാണ് ഈ പറഞ്ഞ ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിങ്, ഫർണിച്ചർ, മെറ്റീരിയൽ, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ടാഞ്ചിബിൾ അസറ്റിൽ ഉൾപ്പെടുത്താം. അടുത്തത് വന്നിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല, അങ്ങനെയുള്ള അസറ്റുകളാണ്. ആൻറ്റിസിപ്പേറ്റഡ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഇത് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അസറ്റ്. അതായത് നമ്മൾ ഗുഡ് വില്ലൊക്കെ ഉണ്ടല്ലോ, സൽപ്പേര്. അത് സൽപ്പേര് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതൊരു അസറ്റല്ലേ. ആ സൽപ്പേര് കണ്ട് നമ്മളുടെ കമ്പനിയിലേക്ക് ആൾക്കാർ വരും. അപ്പം അതൊക്കെയാണ് ആൻറ്റിസിപ്പേറ്റഡ് അസറ്റ് ബെനിഫിറ്റ്സ് തന്നെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം അസറ്റ് രണ്ട് തരത്തിലാണുള്ളത്, ഒന്ന് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ഈ മെയിനായിട്ട് അസറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് എന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റും, പിന്നൊന്ന് നോൺ കറണ്ട് അസറ്റും.
കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 12 മാസം, അതായത് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിന് പറയുന്നതാണ് കറണ്ട് അസറ്റ്. അതുകൊണ്ട് അതിന് ഷോർട്ട് ടേം അസറ്റ് എന്നും കൂടി നമ്മൾ പറയും. ഈ ഷോർട്ട് ടേം അസറ്റ് എക്സാമ്പിളാണ് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ്, നമ്മുടെ ക്യാഷ്. പിന്നെ നമ്മൾ ക്ലോസിങ് സ്റ്റോക്ക്, കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക്, അത് അടുത്ത വർഷം വീണ്ടും അത് അടുത്ത വർഷത്തെ ഓപ്പണിങ് സ്റ്റോക്ക് ആകും. പിന്നെ ബിൽസ് റിസീവബിൾ. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേമിലായിട്ടുള്ള, അതായത് 1 ഇയറിൽ നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഷോർട്ട് ടേം അസറ്റ് എന്ന് പറയും. അടുത്ത വന്നിട്ട് നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ടേം അസറ്റിൻ്റെ ഓപ്പോസിറ്റ്. അതായത് 1 ഇയറിലേക്കാൾ കൂടുതൽ, അതായത് 1 ഇയർ അല്ല അതിൽ കൂടുതൽ കാലം നമ്മുടെ കയ്യിലുള്ള അസറ്റുകളെ പറയുന്നതാണ് ലോങ് ടേം അസറ്റ് ഓർ നോൺ കറണ്ട് അസറ്റ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ബിൽഡിങ്ങും അതുപോലെ ലാൻഡും ഫർണിച്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, മെഷീനറി ഒക്കെ. പിന്നെ വന്നിട്ട് എന്താ വെച്ചാൽ ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിൽസിലൊക്കെ ഉണ്ടാകുന്ന ലയബിലിറ്റി. നമ്മൾ കടം കൊടുക്കാനുണ്ടാവുമല്ലോ. നമ്മുടെ കമ്പനി ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം, അതിനെന്തായാലും നമ്മൾ ലോണൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും സ്ഥാപനം തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. ആ സ്ഥാപനത്തിനുണ്ടാകുന്ന ലയബിലിറ്റി, ബാധ്യതകളെ പറ്റി പറയുന്നതാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഹെഡിൽ വരുന്നത്. അത് നമ്മളൊരു ഫിനാൻഷ്യൽ നേച്ചറിൽ വരുന്ന ലയബിലിറ്റീസാണ് അതിൽ വരുന്നത്. അതിലും നമ്മൾ കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റിയും, ഷോർട്ട് ടേം ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റിയും രണ്ടും. കാരണം പക്ഷേ ഇതിൽ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ബിലോ 5 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന ലയബിലിറ്റീസിന് പറയുന്നതാണ് കറണ്ട് ലയബിലിറ്റി. നമുക്ക് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയറിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിലുള്ള ബാധ്യത, അതായത് 5 വർഷം വരെ നമുക്കുള്ള ആ കടബാധ്യതകളെ പറയും. അങ്ങനെയുള്ള കടബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത്. നോൺ കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത് 5 വർഷത്തേക്കാൾ കൂടുതൽ. നമ്മൾ ബാങ്ക് ലോൺസൊക്കെ 5 വർഷത്തിന് മേലെ വരുന്ന ലോൺസുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ്. 5 വർഷത്തിന് താഴെയുള്ള ലോണുകളും ഉണ്ട് കേട്ടോ. 5 വർഷത്തിന് താഴെയുള്ള ലോണുകളാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കുക. ക്രെഡിറ്റേഴ്സൊക്കെ കറണ്ട് ലയബിലിറ്റീസിൽ വരുന്നതാണ്. അതുപോലെ കറണ്ട് അസറ്റിൽ വരുന്നതാണ് നമ്മൾ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എന്താ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. പിന്നെ വന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ? കറണ്ട് അസറ്റിനേക്കാൾ കൂടുതൽ, കറണ്ട് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ കറണ്ട് അസറ്റ് വരുന്നതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് വെക്കുക കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു നെറ്റ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വന്നിട്ടുള്ള കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ബാധ്യത വരാമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒരു എമൗണ്ട്, അതാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ നമ്മുടെ കമ്പനീൻ്റെ സൈഡിലൊരു മതിലുണ്ട്. അപ്പോൾ മതിൽ ശരിക്കും നമ്മുടേതാണ്. അത് ഇപ്പോൾ എൻ്റെ കമ്പനിയാണെങ്കിൽ എൻ്റെ കമ്പനിയിലെ ആ മതിലാണ് ആ വരുന്നത്. പക്ഷേ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അപ്പുറത്തുള്ള ആ പ്രോപ്പർട്ടിയുടെ ഓണർ പറയുന്നു അത് അദ്ദേഹത്തിൻ്റെയാണെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ എന്തോരും ഒരു വാക്ക് തർക്കം ഉണ്ടാകും. അങ്ങനെ ഓപ്പോസിറ്റുള്ള ആൾ കേസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ എന്താകും, ആ കേസിന് വരുന്ന ലയബിലിറ്റീസ് കാര്യങ്ങൾ, അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസും കാര്യങ്ങളും, ചിലപ്പോൾ നമ്മുടേതല്ല അവരുടേതാണെന്ന് കേസ് ഇതാകുമ്പോൾ നമുക്ക് നഷ്ടം വരുമല്ലോ, കേസ് അത്രയും നടത്തിയതിനുള്ള നഷ്ടം. അങ്ങനെ വരുന്നതൊക്കെ അതുപോലെ ഇതുപോലെ നമ്മുടേതല്ല എന്ന് പറഞ്ഞ് നമ്മുടേതാണ് പക്ഷെ നമ്മുടേതല്ല എന്നൊക്കെ പറഞ്ഞ് കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനത്തെ ലീഗൽ സ്യൂട്ട് കേസുകളൊക്കെ പറയുന്നതാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് വന്നിട്ട്
ക്യാപിറ്റൽ എന്താ? ഒരു ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. അത് ക്യാഷായിട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഗുഡ്സ് ആയിട്ടോ അസറ്റ്സ് ആയിട്ടോ ഫർണിച്ചറോ കമ്പ്യൂട്ടറൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. പിന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട്, നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും അസറ്റോ ഗുഡ്സോ ക്യാഷോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതിനെ പറയുന്നതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇത് ഓണറുടെ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതായത് പേഴ്സൺ, ഇപ്പം എൻ്റെ കമ്പനിയിൽ എനിക്കൊരു പേഴ്സണലായിട്ട് എനിക്കൊരു ആവശ്യം വന്നു. അപ്പോൾ ആവശ്യം വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, കമ്പനിയിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഗുഡ്സ് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലോ അസറ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, പോവുക. അപ്പം ആ ഒരു കാര്യത്തിനെ പറയുന്നതാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇത് എൻ്റെ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്ന ഐറ്റമാണ്. അടുത്തതാണ് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ കണ്ടതിന് ശേഷം ലാസ്റ്റ് ടോട്ടൽ ലയബിലിറ്റിയും അസറ്റും എല്ലാം നോക്കി ലയബിലിറ്റിയേക്കാൾ കൂടുതൽ അസറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ വരുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, അസറ്റ് കൂടുതലും ലയബിലിറ്റി കുറവൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻകം പ്രോഫിറ്റ് എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അതിനെ പറയുന്നതാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ കമ്പനിയുടെ ബാക്കി എല്ലാ വേറെ ലയബിലിറ്റീസുകൾ ഉണ്ടാവുമല്ലോ പുറത്ത്, നമുക്കിനി വേറെ എന്തെങ്കിലും ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തിട്ട് ആ ബാലൻസ് വരുന്ന എമൗണ്ട് ഓണർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈക്വലായിട്ടോ എങ്ങനെയാണ് അവർ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് ആ രീതിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതിനാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 5 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ പറഞ്ഞു, അതായത് നമ്മൾ ക്യാഷായിട്ടും അതായത് ഗുഡ്സായിട്ടും അസറ്റൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ക്യാപിറ്റലിൽ നിന്ന്. പക്ഷേ ഒരു 5 വർഷത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് പീരീഡിൽ ഒരു 5 വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാലത്തേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തേക്കുള്ളത് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയറിൽ നമ്മൾ ഇപ്പോഴത്തെ 1 ഇയറിൽ ആവശ്യത്തിന് ഓർത്താൻ 1 ഇയർ പാടില്ല, ഒരു വർഷത്തിൽ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന ആവശ്യങ്ങൾക്കുള്ളതിനെയാണ് കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 1 ഇയറിനുള്ളിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷത്തേക്കൊക്കെ നമ്മുടെ അപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കറൻറ്റ് പീരീഡിൽ നമ്മുടെ ആ ഒരു ടൈമിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, എന്നാൽ ഒരു വർഷത്തേക്കാൾ കൂടുതൽ ഉള്ളത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഗുഡ്സോ സർവീസോ ക്യാഷോ ആയിട്ട് അസറ്റോ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വന്ന ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനിപ്പം എൻ്റെ ABC എന്ന് പറഞ്ഞ കമ്പനി, ആ കമ്പനി XYZ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തു, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എൻ്റെ കമ്പനിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിൽ കൊടുക്കാൻ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കടത്തിന് വാങ്ങി. അയാളടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങി. ആ സമയത്ത് അവർക്ക് ഞാൻ ഭാവിയിൽ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ കൊടുക്കണമല്ലോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ആ XYZ എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് ക്രെഡിറ്ററാണ്, ഞാൻ കടം കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ്.
അയാൾക്ക് കടം ഞാൻ കൊടുക്കണം. അപ്പോൾ ഇതിന് കറൻറ്റ് ലയബിലിറ്റിയാണ്. ക്രെഡിറ്റർ ഒരു കറൻറ്റ് ലയബിലിറ്റിയാണ്. നമ്മൾ 1 ഇയറിനുള്ളിൽ ആ കടം കൊടുത്തിരിക്കണം. അത് പർച്ചേസ് ചെയ്യുമ്പോഴാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ക്രെഡിറ്ററും ഡെപ്റ്ററും മാറിപ്പോവും. ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, കടത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ക്രെഡിറ്റർ. ഇനി ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടത്തിന് സെയിൽ ചെയ്യുമ്പം, ഇപ്പം ഞാൻ XYZ കടത്തിന് അവർ പൈസയൊന്നും തന്നില്ല, പക്ഷെ അവർക്ക് കുറച്ച് ഗുഡ്സ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കടമായിട്ട് കൊടുത്തു. അവർ കുറച്ച് കഴിഞ്ഞ് തരും എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന ഇതിനെ പറയുന്നത് ഡെപ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെപ്റ്റർ എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. കുറച്ച് നാളത്തേക്കുള്ളത് ഉണ്ടാവുകയുള്ളൂ. ഈ കടം കുറേ നാളത്തേക്ക് നമ്മൾ വെച്ചിരിക്കില്ല. അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഞാൻ പൈസ തരും. ഇപ്പോൾ എനിക്ക് എമർജൻസി ആണ്, സാധനം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പൈസ തരും. അങ്ങനെയുള്ളതാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റാണ് ഡെപ്റ്റർ. അപ്പോൾ ഈ ഡെപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ഡെപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഗുഡ് ഡെപ്റ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഈ കടം നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു കടത്തിനൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. കടത്തിന് നമ്മൾ സാധനം കൊടുക്കുമ്പോൾ ആ കടത്തിനൊരു എമൗണ്ട് ഉണ്ടാവും. ഇത്ര മാസത്തേക്ക് ഇത്ര % വെച്ചിട്ട് ഇൻട്രസ്റ്റ് വെച്ച് തരാം, കടത്തിന് സാധനം വേണമെന്ന് പറയും. അപ്പം ഇത്ര മാസത്തേക്ക് നമ്മൾ ഇത്ര % വെച്ച് തരാമെന്ന് പറയുമ്പോൾ ആ ഒരു കടത്തിൽ ഇപ്പോൾ 1000 രൂപയാണെങ്കിൽ 1000 രൂപയ്ക്ക് 10% പലിശക്ക് തരാമെന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എമൗണ്ട് ഉണ്ട്, 1000-ൻ്റെ 10% 100 രൂപ. അപ്പം ആ ഒരു പൈസ എന്ത് ചെയ്യുക, ഗുഡ്സ് ഡെപ്റ്റായിട്ട് നമ്മൾ കാണിക്കണം. അതായത് നമുക്ക് കടം കൊടുത്തതിന് ഒരു എമൗണ്ട് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് തരികയാണ്. നമ്മൾ കടത്തിന് സാധനം കൊടുക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് ഒരു മാസം ഇത്ര രൂപ വെച്ച് നമ്മൾ ഇൻട്രസ്റ്റ് തരാം, അല്ല ഒരു വർഷം ഇത്ര രൂപ വെച്ച് ഇൻട്രസ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് ഗുഡ്സ് ഡെപ്റ്റ്. പിന്നെ വന്നിട്ട് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, അതായത് നമ്മൾ കൊടുത്തു, കടത്തിന് സാധനം കൊടുത്തു, പക്ഷേ പൈസ തിരിച്ചു തന്നില്ല. അപ്പോൾ അവർ നമുക്ക് പൈസ തരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടാണ്. ആ ഡൗട്ടിൻ്റെ പേരിൽ നമ്മൾ ഒരു എമൗണ്ട് മാറ്റി വെക്കുക. അതായത് പൈസ തരില്ലേ, ഒരു ഇത്ര % എമൗണ്ട് ആ ഡൗട്ടിൻ്റെ പേരിൽ നമ്മൾ മാറ്റി വെക്കുന്നതാണ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ഗുഡ് ഡെപ്റ്റ്സും ഡൗട്ട്ഫുൾ ഡെപ്റ്റും ബാഡ് ഡെപ്റ്റൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും അതുപോലെ ബാലൻസ് ഷീറ്റിലും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ പ്രോബ്ലം ചെയ്യുമ്പോൾ. പിന്നെ അതായത് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ കടം കിട്ടൂല. കടം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, എഴുതി തള്ളുക നമ്മൾ. അപ്പോൾ നമുക്ക് ലയബിലിറ്റിയാണ്. ബാഡ് ഡെപ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലയബിലിറ്റിയാണ് കേട്ടോ. ഒരിക്കലും ആ പൈസ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടുമെന്ന് കരുതി നമ്മളിങ്ങനെ കാത്ത് നിന്ന് പക്ഷെ കിട്ടില്ല. അപ്പോൾ അതിനെ പറയുന്നതാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ടു ദി ബിസിനസ്സാണ്. കസ്റ്റമറാണ്, അതായത് കസ്റ്റമറാണ്. നമ്മൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ABC എന്ന് പറഞ്ഞ കമ്പനി XYZ എന്ന് പറഞ്ഞ കമ്പനിക്കാണ് സാധനം കൊടുത്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവർ എൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ ആ കസ്റ്റമർ ടു ദി ബിസിനസ്, കസ്റ്റമർക്ക് ബിസിനസ് സാധനം കൊടുക്കുന്നു, കസ്റ്റമർ വാങ്ങുന്നു. ഇനി ക്രെഡിറ്റർ എന്നാണ് ബിസിനസ് ഓസ് മണീസ് വർത്ത്. ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങുന്നു, എൻ്റെ കമ്പനിയിലേക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങുന്നതാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. രണ്ടും മാറിപ്പോകരുത്. പിന്നെ വന്നിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പം എൻ്റെ കമ്പനിയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങുക, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ വാങ്ങുക, ഒരു ഫയൽസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഫർണിച്ചർ വാങ്ങുക, അല്ലെങ്കിൽ ഡാറ്റാസൊക്കെ സേവ് ചെയ്യാനും എല്ലാത്തിനും ആവശ്യത്തിനും വേണ്ടി കമ്പ്യൂട്ടർ പ്രിൻ്ററൊക്കെ വാങ്ങാം. അപ്പോൾ അതിനെ പറയുന്നതാണ് ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളേതെങ്കിലും അസറ്റ് വാങ്ങുന്നതിനാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതൊരു ക്യാപിറ്റലാണ്, അത് ഞാനിതിലേക്കൊരു ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ, അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കമ്പനിയിലേക്ക് ആവശ്യത്തിനൊക്കെ വേണ്ടി, അതൊരു അസറ്റാണ്. അപ്പം അതിന് പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ബിസിനസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഏൺ ചെയ്യുന്നതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യുക, വാങ്ങുന്നതാണ്.
തുടക്ക സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ക്യാപിറ്റൽ എന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ ഹെഡിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും എക്സ്പെൻസൊക്കെ ചെയ്യുക. ഈ ബിസിനസ് ഫേം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മെഷീന് കംപ്ലൈൻറ്റ് വരുന്നു. ഇപ്പോൾ പ്രിൻ്റർ ഒന്ന് കേടായി, അപ്പോൾ പ്രിൻ്റർ റിപ്പയർ ചെയ്യണം. അതുപോലെ നമ്മളെ വർക്ക് ചെയ്യുന്ന മെഷീൻ, നമ്മളെ പ്രൊഡക്ഷൻ നടക്കുന്ന മെഷീന് പിന്നെ ചെറിയ ഡാമേജൊക്കെ വന്ന് അതൊന്ന് റിപ്പയർ ചെയ്യണം. അതുപോലെ നമ്മളെ കമ്പനിയിലെ എംപ്ലോയീസ് ഉണ്ടാവും, അപ്പോൾ അവർക്ക് സാലറി കൊടുക്കണം, വേജ് കൊടുക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ട്രാവൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വരുന്ന എക്സ്പെൻസാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പെൻസ് 2 തരത്തിലാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പിന്നൊന്ന് റവന്യൂ എക്സ്പെൻഡിച്ചറും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അസറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസിന് പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലവുകൾ, അത് നമുക്ക് വരുന്ന കറണ്ട് പീരീഡ് നമുക്കുണ്ടാകുന്ന ചിലവുകളാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വണ് നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ. കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്? കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു അക്കൗണ്ടിങ് പീരീഡിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, എങ്ങനെയാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ് കാണിക്കുക. എല്ലാ അസറ്റ്സും ലയബിലിറ്റിയും ക്യാപിറ്റലുമാണ് കാണിക്കുക. പിന്നെ റിസർവ്സൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്ലാസ്സിൽ വരുന്നത്. അതായത് നമ്മളിന്ന് ടേംസുകളാണ് പറഞ്ഞത്. നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേമുകളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ട്രാൻസാക്ഷൻ എന്താ പറഞ്ഞു, ഗുഡ്സ് ആൻഡ് സർവീസ് എന്താ പറഞ്ഞു, പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞു, ലോസ്, അസറ്റ്, അതൊരു അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ലയബിലിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ, കണ്ടിജൻറ്റ് ലയബിലിറ്റി, ക്യാപിറ്റൽ, ഡ്രോയിങ്, നെറ്റ്വർത്ത്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രെഡിറ്റർ, ഡെപ്റ്റർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.